ഹായ് 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 എവരിബഡി. കുളി കൊണ്ട് എല്ലാം പോയി. സൗണ്ടും നെഞ്ഞും ഹാർട്ടും ഹൃദയവും എല്ലാം പോയി കിട്ടി. അത് കുഴപ്പമില്ല. അതുകൊണ്ട് ഈ ശബ്ദത്തിൻ്റെ കാര്യത്തിലൊക്കെ ക്ഷമിക്കണം. ഞാൻ നല്ല സൗണ്ടിൻ്റെ ഉടമയാണ്. പിന്നെ ഇന്നൊരു കാര്യം പറയാനുള്ളത്, ഇതൊരു കുളിയിലും നഗ്നതയിലൊന്നും തീരൂല ഇവിടുത്തെ വിഷയങ്ങൾ. പിന്നെ ഞാനിപ്പോൾ വളരെ ഫ്രീ ആണ്. നമുക്കിപ്പോൾ സർവീസിൽ നിന്നും കൊണ്ട് നമുക്ക് പറയുന്നതിനൊരു പരിമിതിയുണ്ട്. കൂടെ ജോലി ചെയ്യുന്നവരെ കുറിച്ച് കൂടെ ജോലി ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പറയുന്നതിനും പരിമിതിയുണ്ട്. അതുകൊണ്ടായിരിക്കുമല്ലോ പലയാളും പലതും പറയാത്തത്. അപ്പോൾ ഞാനിപ്പോൾ ഫ്രീ ആണ്. 6 മാസത്തേക്ക് വളരെ ഫ്രീ ആണ്. അത് കഴിഞ്ഞാൽ വീണ്ടും 6 മാസം, വീണ്ടും 6 മാസമൊക്കെ ആയിട്ട് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ വളരെ ഫ്രീ ആയിട്ടാണ് ഉള്ളത്. പിന്നെ ചാനൽ പൂട്ടിക്കേണ്ട നിർദ്ദേശമുണ്ടല്ലോ. ഇപ്പം എന്നോട് പറയുന്നത് വേറെ ചാനൽ എനിക്ക് തരാം. പലയാളും പറയുന്നത് വേറെ യൂട്യൂബ് ചാനൽ എനിക്ക് തരാം സംസാരിക്കാൻ. മതി, എനിക്ക് പൈസയൊന്നും വേണ്ട. എനിക്ക് പൈസയേ വേണ്ട. 1-2 ചാനലുകാർ പറയുന്നത് ചേച്ചി എന്തിനാ വിഷമിക്കുന്നത്, ചേച്ചിക്ക് പറയാനുള്ളത് പറയാൻ ഞങ്ങളെ ചാനൽ തരാമെന്ന്. നിങ്ങളതല്ലേ പൂട്ടിക്കാൻ പറ്റൂ. നമ്മളെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ സംസാരിച്ചോന്ന്. ഓഫറുകളുടെ പ്രവാഹം. പിന്നെ ഇനി എനിക്ക് വേറെ ഒരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളെടുത്തുനിന്ന് ഞാൻ നേരിട്ട് ഓഫറുകളും ഉദ്ദേശങ്ങളും എല്ലാം പറഞ്ഞുതരാം. ഈ വീഡിയോ കാണുന്ന അയാൾക്കും പബ്ലിക്കിനല്ലാതെ, പബ്ലിക്കിനോട് പേര് പറയും ഞാൻ. എനിക്ക് എന്ത് പറയുമ്പോൾ നിങ്ങളോട് എവിഡൻസ് പറയാനുള്ള ബാധ്യതയുണ്ട്. പറയും. അപ്പോൾ ഈ എൻജിനീയറിംഗ് കോളേജിൽ ഇപ്പോൾ ഒപ്പ് ശേഖരണമൊക്കെ നടക്കുമ്പം എല്ലാവരും പോയി ഒപ്പിടുന്നുണ്ട്. അപ്പോൾ ഈ ഒപ്പിടുന്നതിലും പ്രതികളുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒപ്പിടുന്നതെന്നറിയോ? എന്നെ അവിടുന്ന് മാറ്റി നിർത്തി എൻ്റെ ശബ്ദം അങ്ങ് അടപ്പിച്ച് കഴിഞ്ഞ് എൻ്റെ ചാനലങ്ങ് പൂട്ടിക്കഴിഞ്ഞ് എന്നെ അങ്ങ് നിശബ്ദയാക്കി കഴിഞ്ഞാൽ ഇതൊക്കെ ഇവിടെ തീരുന്നാണ് ഇവരുടെ ഉദ്ദേശം. അതാ ഞാൻ പറഞ്ഞത്. ഇന്നലെ 2 ആൾ വിളിച്ചിട്ട് പറയാ, ഞങ്ങളെ ചാനലിലൂടെ സംസാരിച്ചോളൂ, ഞങ്ങളും കൂടി ഉണ്ട് കൂടെ. എറണാകുളത്തേക്ക് 2 ദിവസമായി വിളിക്കുന്ന ഒരാൾ, എൻ്റെ ചാനലിലൂടെ ചേച്ചി സംസാരിക്കുന്നു. അപ്പം അതാ ഞാൻ അന്ന് പറഞ്ഞത്. ഈ വിളിക്കുന്നതിന് മുന്നേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, 1 അടച്ചാൽ 10 എണ്ണം തുറക്കുന്നു. അപ്പം ഈ ചാനലല്ല ഇപ്പം എൻ്റെ വിഷയം. അവർ ഇതും പറഞ്ഞേ, ചേച്ചീനെ വെറുതെ ഒന്നും ആക്കൂല, ഞങ്ങൾക്കുള്ള വരുമാനത്തിൽ നിന്ന് ചേച്ചിക്കും കൂടി തരുന്നു. ചാനൽ പൂട്ടിക്കഴിഞ്ഞാൽ വേറെ ചാനലിലൂടെ നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളെ എത്ര കാലമാണോ ആഗ്രഹം അത്രത്തോളം പറയാൻ ഞങ്ങളുണ്ട് എന്ന്. ആ വിഷയം വിട്ടേ. ഇതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ഈ ചാനലൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ഇവർ വിഷയം എന്താണെന്നറിയോ? ചില സത്യസന്ധമായ കാര്യങ്ങൾ തുറന്ന് പറയുമ്പോൾ ഇവർ വല്ലാണ്ട് അസ്വസ്ഥരാവുന്നതിന്. എന്തിനാ എല്ലാവരും ഒപ്പിടുന്നത്? ഞാൻ മുന്നേ ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ആ സംഭവത്തിലേക്ക് വരാം. മുന്നേ ഞാനൊരു സമയത്ത് പറഞ്ഞിട്ടുണ്ട്, സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എൻജിനീയറിംഗ് കോളേജിൽ ഒരു 20 ആളോ മറ്റേ കാണും, ബാക്കി എല്ലാവരും പുറത്തായിരിക്കുമെന്ന് ഞാൻ മുന്നേ, ഇത്രയും വിഷയം മുറുകുന്നതിന് മുന്നേ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആവാനാ വഴിയെന്ന്. അപ്പോൾ ഈ എല്ലാവരും പോയി ഒപ്പിടുന്ന എന്തുകൊണ്ടാണ്? എന്നെ പറയോ. അപ്പം ഒപ്പൊക്കെ ശേഖരിച്ച് എന്തെങ്കിലും കേസൊക്കെ ആക്കി ജയിലിലൊക്കെ അടച്ച് അല്ലെങ്കിൽ ചാനലൊക്കെ പൂട്ടിച്ച് വായി അടക്കാം, അല്ലെങ്കിൽ അങ്ങ് ഉപദ്രവിച്ച് ഒതുക്കാം. കോളേജിൽ നിന്നെടുത്ത് പുറത്തിടാം. ഈ കോളേജിൽ നിന്നെടുത്ത് പുറത്തിട്ടത് കൊണ്ടായി എന്തായി? പറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ ഇവർ ഇല്ലീഗൽ അലിഗേഷൻസ് വെച്ചിട്ട് മറ്റൊരു സ്ഥാപനത്തിൽ നിയമിച്ചാൽ ഞാനിനി ഈ ജന്മം ജോയിൻ ചെയ്യൂല. എനിക്കതിൻ്റെ ഒരാവശ്യമില്ല. മറ്റൊരു സ്ഥാപനത്തിലും എന്നെ ഇതുപോലെയുള്ള തെമ്മാടിത്തരം പറഞ്ഞതുകൊണ്ട് ഞാൻ ഇനി ഒരു സ്ഥലത്തും ജോയിൻ ചെയ്യൂല. ഞാൻ എൻ്റെ മാന്യതയും എൻ്റെ മാനും എൻ്റെ ഭാഗവും ക്ലിയർ ആക്കിക്കൊണ്ട് തന്നെ പുറത്ത് നിന്ന് പോരാടും. ഞാൻ എൻജിനീയറിംഗ് കോളേജിലേ ജോലി ചെയ്യൂ. അതെൻ്റെ ഉറച്ച തീരുമാനമാണ്.
കാരണം എന്താണെന്നറിയോ, ഞാൻ തെറ്റ് ചെയ്യാതെ എന്നെ ക്രൂശിക്കുന്നുണ്ട്. പിന്നെ പുറത്ത് നിർത്തുന്നത്ര ഉപകാരം. ഇനി കാര്യത്തിലേക്ക് വരാം. എൻ്റെ കോളേജിൽ ഒരാൾ എന്നെ പല തവണയായിട്ട് കുട്ടികളെ മുന്നിൽ വെച്ചിട്ട് അപമാനിച്ചിട്ടുണ്ട്, പല തവണ. അപ്പം ഞാനത് ഒരു സംഘടനേൻ്റെ നേതാവിനോട് സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞു, അയാൾ ക്വാർട്ടേഴ്സിലൊക്കെ അങ്ങനെ തന്നെ, ആരുമായിട്ട് അങ്ങനെ വലിയൊരു ഇതൊന്നുമില്ല, പെട്ടെന്ന് റൈസാവും, അങ്ങനെ ഒരു BP കയറിയ കളി കളിക്കും, അത് അയാൾ പൊതുവേ ഇല്ലൊരു പ്രകൃതമാണെന്ന്. അപ്പം ഞാൻ ആ റോഡാണ് വെട്ടാൻ ആൾ വരുന്നുണ്ടോയെന്ന് നോക്കുന്നു, വെട്ടാൻ. അപ്പോൾ ഞാൻ പരാതി പറഞ്ഞ ആൾ എന്നോട് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു, അത് അയാളെ ചെലവിൽ ജീവിക്കുന്ന ഭാര്യയോടെ പറ്റൂ, സ്ഥാപനത്തിൽ പറ്റൂല. കുട്ടികളെ മുന്നിൽ നിന്ന് നമ്മളെ ഷൗട്ട് ചെയ്യുന്നതും ഒരു ലേഡി എന്നുള്ള നിലയിൽ നമ്മളിങ്ങനെ മോശമായിട്ട് ചിത്രീകരിക്കുന്നതൊന്നും പറ്റൂല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, അത് ശരിയാണ്, ഞങ്ങളോടൊക്കെ ഒരു പ്രത്യേക സമീപനം തന്നെയാണ്. ഞാൻ പറഞ്ഞു, അതെനിക്കറിയണ്ടാന്ന്. അത് കഴിഞ്ഞു. അയാൾക്ക് പിന്നെ അടിക്കാനൊന്നും പറ്റൂലല്ലോ പോയിട്ട്. അയാളും ക്വാർട്ടേഴ്സിൽ നിൽക്കുന്ന നേതാവ്, അയാളാണ് ഇപ്പോൾ ഒപ്പ് ശേഖരണത്തിന് മുന്നിൽ. ഞാൻ പരാതി പറഞ്ഞ ആൾ. അപ്പം എനിക്കിപ്പോൾ പറയാനുള്ള സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് വേക്കൻസി ഒഴിവ് ഉണ്ട് സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ, എഞ്ചിനീയറിംഗ് കോളേജിൽ. അപ്പോൾ കൂടുതലും അഡ്ഹോക്ക് സ്റ്റാഫാണ്. അപ്പോൾ ഒരു സമയത്ത് അഡ്ഹോക്ക് തീരില്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളെ പെർമനൻ്റ് സ്റ്റാഫിൻ്റെ കൂടെ അതാണോ പെണ്ണോ എന്നൊന്നും നോക്കൂല, പെണ്ണുങ്ങളും ഇല്ല. പിന്നെ ഈ എഞ്ചിനീയറിംഗ് കോളേജിൽ വേറെ കുറച്ച് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അത് ഞാൻ വൈകുന്നേരത്തെ പറയാം. അത് കുറച്ച് പറയാനുണ്ട്, അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചത് നോക്കി പറയണം, അത് വൈകുന്നേരം പറയാം. അപ്പം അവിഹിതങ്ങളാണ്, അത് ഞാൻ വൈകുന്നേരം പറയാം. അപ്പോൾ അതിന് കൂട്ടു നിൽക്കുന്നുമുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പം ഈ നേരത്തെ ഈ ലാബിൽ നിന്നൊക്കെ ഷൗട്ട് ചെയ്യുന്നതിന് മുന്നേ, അതായത് നമ്മൾ എതിർക്കുമ്പോഴാണ് നമ്മളെ വേറെ ഏതെങ്കിലും രീതിയിൽ ഷൗട്ട് ചെയ്യുക. അപ്പം ഞാൻ ഇയാളെ കൂടെ, എനിക്ക് ഈ ഡാൻസും പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഡാൻസ് പാട്ട്. അപ്പം ഞാൻ 1-2 പ്രോഗ്രാമൊക്കെ ഇയാളെ കൂടെ ചെയ്തിട്ടുണ്ട്, ഡാൻസും പാട്ടൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് നമ്മൾ ആരെയും കൂടെ ഡാൻസ് കളിക്കുന്നതോ പാട്ട് പാടുന്നതോ സോഷ്യലായിട്ട് ഇടപെടുന്നതൊക്കെ മറ്റേ ആവശ്യത്തിനും അവരെ പ്രലോഭിപ്പിക്കാനും ആണെന്ന്. ഞാൻ ആരെയും പ്രലോഭിപ്പിക്കാൻ പോയിട്ടോ അല്ലെങ്കിൽ ഞാൻ ആരെയും ഉണർത്തിയിട്ടോ ഞാൻ ആർക്കെതിരെയും പരാതിയൊന്നും കൊടുത്തിട്ടില്ല. ഞാൻ എല്ലാവരോടും ഒരുപോലെ ആണ് എൻ്റെ മാനസികാവസ്ഥ. ഞാൻ ആരെയും മറ്റേ സ്ഥാനത്തൊന്നും അവിടെ കണ്ടിട്ടുമില്ല, കാണുന്നുമില്ല, പരാതിയും കൊടുത്തിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ 1-2 കലാപരമായ സംഭവങ്ങൾ ഇയാളായിട്ട് ഉണ്ടായിരുന്നു. പിന്നീട് ഇയാൾ എൻ്റെ അടുത്ത് ഒരുപാട് ഓഫറുകൾ, സിനിമയിൽ അഭിനയിക്കോ, ഇയാൾ നാടൻ പാട്ടൊക്കെ ആയിട്ടും സ്ക്രിപ്റ്റൊക്കെ എഴുതി കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെയില്ലേനൊക്കെ താല്പര്യമുണ്ടോ അങ്ങനെ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നത്തെ ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഭർത്താവില്ലാത്ത ലേഡിയാണല്ലോ. അപ്പം ഇയാളൊക്കെ കൂടെ നമ്മൾ പോയിരിക്കുമ്പം ഇവർക്ക് കൂടുതൽ എന്നോടിപ്പം സംസാരിക്കാൻ താല്പര്യം, ഇതൊരു ടൈം കഴിഞ്ഞിട്ടാണ്, ആദ്യത്തതൊക്കെ കഴിഞ്ഞിട്ട് താല്പര്യം ഈ വിഷയങ്ങളാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ഭർത്താവില്ലെങ്കിൽ നമ്മളെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മളെന്താണ് അതിന് പരിഹാരം കാണുന്നത്, ഭർത്താവില്ലാത്തൊരു സ്ത്രീ പരിഹാരം കാണുന്നത് എന്താണ്, ഇതൊക്കെയാണ് ലാബിലെ ചർച്ച. അന്നേരം ചോദിക്കും, നിങ്ങളെന്തിനാ അതിന് നിന്ന് കൊടുത്തേന്ന്, അല്ലേ? നിങ്ങൾ സ്വാഭാവികമായിട്ട് ചോദിക്കും. നമ്മൾ നിന്ന് കൊടുക്കുന്നതല്ല, നമ്മളൊരു സാഹചര്യത്തിൽ ഒരാളെടുത്ത് ഒരു ജോലി ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഫ്രണ്ട്ലി ടോക്ക്, കോമൺ, അത് ന്യൂസിലോ പേപ്പറിലോ എന്ത് കോളേജിലെ കാര്യമോ സംസാരിക്കുമ്പം മറ്റേതിലേക്ക് എത്തിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. നമ്മളായിട്ട് ഇവരോട് പോയിട്ട്, ഹലോ സാറേ എന്നോടൊന്ന് സെക്സ് പറയൂ എന്നൊരു സ്ത്രീയും ചോദിക്കുന്നില്ല. നമ്മളെ സാഹചര്യത്തിലൂടെ അതിലേക്ക് എത്തുമ്പം നമ്മൾ 2-3 പ്രാവശ്യം, അന്ന് പറഞ്ഞ പോലെ 1-2 പ്രാവശ്യം അനുഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വഴുതി പോവാം.
പോയിരിക്കാതിരിക്കുക, അത്ര തന്നെ. മുഴുവൻ ഇരുന്ന സമയത്തും അങ്ങനെ ഇല്ലാതിരിക്കുമ്പോഴാണല്ലോ നമ്മൾ പിന്നെയും പിന്നെയും പോകുന്നത്. ആദ്യമൊന്നും അനുഭവം ഉണ്ടാവില്ല, പിന്നെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ സ്ഥിരം ഇരുന്നിരുന്ന് നമുക്ക് അനുഭവം ഇല്ല. അനുഭവം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പിന്മാറും. അപ്പം ഇയാൾക്ക് എപ്പോഴും ഈ ഒരു സബ്ജക്റ്റ് മാത്രം സംസാരിക്കാൻ ഭയങ്കര താല്പര്യത്തിൽ എന്നോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പിന്നെ അതിൽ നിന്ന് സ്വാഭാവികമായിട്ട് നമ്മൾ പിന്മാറുമല്ലോ. കേൾക്കാനൊരു ഭയങ്കര അസ്വസ്ഥതയല്ലേ അത്. ആ സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ ഞാൻ പിന്മാറിയതിന് ശേഷം ഇയാൾ എന്നോടുള്ള വൈരാഗ്യം തീർത്തത് കുട്ടികളെ മുമ്പ്, അതായത് ലാബ് നടക്കുമ്പോൾ ലാബിൽ നിന്ന് എന്നോട് ഷൗട്ട് ചെയ്തിട്ടും ഒരുമാതിരി പിന്നെ ഇയാളാണ് പിന്നെ ലാബൊക്കെ ഭരിക്കുന്നത്, നമ്മളെല്ലാം വിവരമില്ലാത്തവർ, ഇയാളെല്ലാ ലാബിലും കയറി ഭയങ്കര ആളാവും, നമ്മളെ മുന്നിൽ ഇയാളൊന്ന് ഷൈൻ ചെയ്യും. പിന്നെ ഫസ്റ്റ് ഗ്രേഡോട് പോയിട്ട് കുറേ കാര്യങ്ങൾ രഹസ്യം പറയൽ, ചോർത്തി കൊടുക്കൽ. അതായത് നമുക്ക് നമ്മളെ ലക്ഷ്യം വെച്ച് കിട്ടാത്തൊരു സാധനത്തിനെ പിന്നെ നമ്മൾ ഏത് വിധത്തിലും തകർക്കാനാണ് നോക്കുക, അല്ലേ? നമ്മളിപ്പോൾ ഒരാളോട് നമുക്കൊരു സെക്സ് ടോക്കോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് നമ്മൾ പോയി ഇരുന്ന് കൊടുക്കുന്നില്ല എന്ന് കാണുമ്പം വേർഷം വേറെ. അപ്പോഴാണ് ഈ എല്ലാവരും പറയുന്നത് ഇവർ പോയിട്ട് ആദ്യം പ്രലോഭിപ്പിക്കും പിന്നെ തിരിയുന്നു. നമ്മൾ സോഷ്യലായിട്ട് ഇടപെടുമ്പോൾ കുറേ നാൾ ഇടപെട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പോസിറ്റ് നമ്മളെ സമീപനം മാറുമ്പോൾ അല്ലാതെ നമ്മൾ എന്തിനാ മാറി നിൽക്കുന്നത്? നമ്മൾ ഒരാളടുത്ത് വളരെ ഫ്രണ്ട്ലി ടോക്കും ഫ്രണ്ട്ലി ഇടപാടും നടത്തുന്നു, എനിക്കൊന്നും തോന്നുന്നില്ല. തിരിച്ചിങ്ങോട്ട് എൻ്റെ ശരീരവും എൻ്റെ സെക്സോ അല്ലെങ്കിൽ എന്നോട് സെക്സ് ടോക്ക് നടത്തിയിട്ടോ എൻ്റെ ഭർത്താവില്ലാത്ത സമയം, എനിക്ക് ഭർത്താവില്ലെങ്കിൽ എനിക്ക് ലവറുണ്ടോ അല്ലെങ്കിൽ എൻ്റെ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നെന്ന് ചോദിക്കുമ്പോഴല്ലേ നമ്മൾ നീങ്ങിപ്പോണ്ടത്. അതിന് മുന്നേ എന്തിനാ ഒരു വ്യക്തിനെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത്? കൂടെ ജോലി ചെയ്യുന്ന ആളെ എതിരെ എന്തിനാണ് നമ്മൾ പരാതിപ്പെടുന്നത്? നമ്മളെന്തിനാ ഒരാളെ മാനസികമായിട്ട് വിഷമിപ്പിക്കുന്നത്? എന്തിനാ ശല്യം ചെയ്യുന്നത്? ഞാൻ ഈ ഉണ്ടായ അനുഭവം ഒരു യൂണിയൻ്റെ നേതാവോട് പറഞ്ഞിട്ടുമുണ്ട്. ഇതൊരു യൂണിയൻ്റെ നേതാവോട് ഞാൻ സൂചിപ്പിച്ചിട്ടുമുണ്ട്. എൻ്റെ നേരെ ഇതുപോലുള്ള സംസാരങ്ങളും ഇപ്പം അതിഭയങ്കരമായ ദേഷ്യവും വൈരാഗ്യമൊക്കെ ഉണ്ട്, ഇന്ന കാരണം കൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നെഗറ്റീവ് അനുഭവം വരുമ്പോഴാണ് നമ്മൾ മാറി നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഒരാളെ മടിയിൽ പോയി ഇരുന്നാലും നമ്മളോട് നടത്തുന്ന ആ ഒരു സമീപനമുണ്ട്, അതാണ് നമ്മളെ ലൈഫിലെ ഏറ്റവും വലിയ അനുഭവം. നേരെ മറിച്ച് മടിയിലിരിക്കാതെ ദൂരത്ത് നല്ലോണം കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുന്നവരുടെ അടുത്ത് നമ്മൾ അടുത്തൂടെ പോകാൻ ആഗ്രഹിക്കൂലല്ലോ. പിന്നെ ആ അനുഭവം വരുമ്പേ നമ്മൾ പ്രതികരിക്കൂ, അല്ലാതെ ആരും ആദ്യം പോയിട്ട് നമ്മളെ തോണ്ടി പിടിച്ച് പ്രലോഭിപ്പിക്കുന്നൊന്നുമില്ല, ആരെയും പ്രലോഭിപ്പിക്കുന്നില്ല. ഡിവോഴ്സായ ഒരു സ്ത്രീക്ക് ജോലി ചെയ്യാൻ പറ്റൂല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എഞ്ചിനീയറിംഗ് കോളേജ്, കണ്ണൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ്. അതായത് ഡിവോഴ്സായ ഒരു സ്ത്രീക്ക് ജോലി ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലമാണ് കണ്ണൂർ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ്. അവിടെ ഫാമിലി ആയിട്ട് താമസിക്കുന്ന പല ഞരമ്പന്മാർക്കും ഈ രോഗമുണ്ട്. പിന്നെ ഒരു NCCൻ്റെ ഭയങ്കര തലപ്പത്തിരിക്കുന്ന ഒരുത്തനുണ്ട്, NCC. അവൻ എപ്പോഴും ചോദിക്കുന്നത് എന്നോട്, കാര്യങ്ങൾ നടക്കുന്നില്ലേ? അവൻ ചോദിക്കുന്നതൊക്കെ CCTVയിലുണ്ട് അവിടെ. കാര്യങ്ങൾ നടക്കുന്നില്ലേ? ഉഷാറന്നല്ലേ? സംരക്ഷിക്കുന്നതെന്ന് പേര് വരുന്ന ഒരു പേരും കൂടിയാണ് അയാൾക്ക്. സംരക്ഷിക്കുന്നതെന്ന് പേര് വരുന്ന ഒരാൾ എന്നോട് പല പ്രാവശ്യം അയാൾ ചോദിച്ചിട്ടുണ്ട്. സംരക്ഷിക്കുന്നതെന്ന് പേര് വരുന്ന ആൾ എന്നോട് പല പ്രാവശ്യം, അതായത് അയാളെ ഫ്രണ്ട് കല്യാണം കഴിഞ്ഞാൽ ആ കാര്യങ്ങളെല്ലാം നടക്കുന്നില്ലടാന്ന് ചോദിക്കുന്ന അതേ ലാഘവത്തോടെ ഒരു സ്ത്രീയായ എന്നോട് NGO യൂണിയൻ്റെ സംഘടനയിലും ടെക്നിക്കൽ സ്റ്റാഫ് ക്ലബിലുള്ള ഒരു സംരക്ഷിക്കുന്ന പേര് വരുന്ന ഒരാൾ എന്നോട് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, കാര്യങ്ങൾ നടക്കുന്നില്ലേ, സംഭവങ്ങളൊക്കെ നടക്കുന്നില്ലേ, ഉഷാറന്നല്ലേ എന്ന്. ഞാൻ കൃത്യമായ മറുപടി കൊടുത്തിട്ടുണ്ട്, ഉഷാറാണ്, കാര്യം നടക്കുന്നുണ്ട് എന്ന്. ഇതാണോ ഒരു കോളേജിൽ ഒരു തെണ്ടി ചോദിക്കേണ്ടത്? ഇതാണോ അവൻ ചോദിക്കേണ്ടത്? അത് 1 2 പ്രാവശ്യമല്ല. അവൻ ചോദിക്കുന്നത്, അവൻ മെയിൻ പോർട്ടിക്കോയിൽ നിന്നിട്ട് CCTVൻ്റെ താഴെ നിന്നാണ് ചങ്കൂറ്റുണ്ടെങ്കിൽ ഒപ്പ് ശേഖരിക്കുന്നവർ CCTV എവിഡൻസ് എടുക്ക്.
ചങ്കൂറ്റുണ്ടെങ്കിൽ CCTV എവിഡൻസ് എടുക്ക്. എഞ്ചിനീയറിംഗ് കോളേജിലെ പോർട്ടിക്കോല് വെച്ചിട്ട് ഇതുമാതിരി സംസാരം ഉണ്ടായി എൻ്റെ CCTV എവിഡൻസ് എടുക്കാൻ ഞാൻ വെല്ലുവിളിക്കുന്നു. NGO യൂണിയൻകാര്, ഒപ്പ് ശേഖരണക്കാര്. സംരക്ഷിക്കുന്നവൻ്റെ ആ വാക്കാണ് ഇയാളെ പേരിൻ്റെ ആദ്യത്തെ അർത്ഥം. സംരക്ഷിക്കുന്നവൻ എന്ന പേരിൻ്റെ ആദ്യത്തെ 2 അക്ഷരം വരുന്ന ആള് കാര്യങ്ങളൊക്കെ നടക്കുന്നില്ലേ? ഉഷാറന്നല്ലേ? ഉഷാറന്നല്ലേ? കാര്യം നടക്കുന്നില്ലേ? ഉഷാറന്നല്ലേ? ഇത് എത്ര പ്രാവശ്യം എന്നോട് ചോദിച്ചിട്ടുണ്ടെന്നറിയോ? ഞാനത് കേട്ടിട്ട് ദൂരത്തെ പോവും. എല്ലാം നടക്കുന്നുണ്ടെന്ന് വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. അന്നേരം ചോദിക്കും, നിങ്ങളെന്താ അടിക്കാത്തത്, നിങ്ങളെന്താ പരാതി കൊടുക്കാത്തത്, നിങ്ങളെന്താ ഉപദ്രവിക്കാത്തതെന്ന്. പരാതി കൊടുത്ത ഇതല്ലേ ഗതി. ഇവനെല്ലാം എന്ത് വില കൊടുത്തും പാർട്ടി സംരക്ഷിക്കും, സർക്കാരിൻ്റെ പണത്തിന് വക്കീലാക്കും. ഇതുകൊണ്ട് തന്നെ പറയാത്തെ. ഇപ്പം പരാതി കൊടുത്തവനെതിരെ നിങ്ങൾ എന്ത് ചെയ്തു? പരാതി കൊടുത്തവനെതിരെ കോളേജ് എന്ത് ചെയ്തു? NCC. ഇവനൊക്കെ പെൺകുട്ടികളെയും കൂട്ടിട്ട് നടക്കുന്നത് എന്തിനാന്ന് ആർക്കറിയാം? പരാതി കൊടുത്ത പരാതിക്കാരിയല്ലേ പ്രതി. ഇവനൊക്കെ മുന്നേ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? ഇവൻ NCCൻ്റെ ആളാണ്, യൂണിയൻ്റെ ആളാണ്, സ്റ്റാഫ് ക്ലബിൻ്റെ ആളാണ്. ഇവൻ ഒരുപാട് പുല്ലിൻ്റെ മേലധികാരിയാണ്. ഇവൻ കുറേ എണ്ണത്തിൻ്റെ മേലെ തലപ്പത്ത് കയറിയിരിക്കുന്നവനാ, പ്രാസംഗികൻ. ഇവൻ എന്നോട് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, നടക്കുന്നില്ലേന്ന്. പറ്റുമെങ്കിൽ നിങ്ങൾ CCTV എവിഡൻസ് എടുക്കുക. എഞ്ചിനീയറിംഗ് കോളേജിലെ ഒപ്പ് ശേഖരണക്കാര്. ഞാൻ പറഞ്ഞു തരാം. കുറച്ച് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ വരാം. കുറച്ചാളും കൂടി ഞാൻ പറഞ്ഞു തരാം. 2 ആളായല്ലോ, ഇനിയും പറഞ്ഞു തരാം.